കർദിനാൾ ബസേലിയോസ് തിരുമേനി. അദ്ദേഹം ഇവിടെ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വമാണ്. മലങ്കര കത്തോലിക്ക സഭ, മലങ്കര കത്തോലിക്ക സുറിയാനി സഭ, അത് റോമൻ സഭയുടെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ഭാഗം? ബസേലിയോസ് ക്ലീമീസ് തിരുമേനിക്ക് റോമിലെ പോപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള കർദിനാൾ സമൂഹത്തിൽ അദ്ദേഹം അംഗമാണ്. എന്നാൽ പരിശുദ്ധ ബാവാ തിരുമേനി ഓർമ്മിപ്പിച്ച ഈ 34 മെത്രാന്മാരിൽ ആരെങ്കിലും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ സിനഡിൽ അംഗമാണോ? നിങ്ങൾക്കറിയാവോ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയെ എല്ലാവരും ചോദ്യം ചെയ്യും. അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ? അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടോ? ഉണ്ട്. എന്നാണ് ഉണ്ടാക്കിയതെന്നറിയാവോ? 1998 നിങ്ങൾ ഓർത്തു നോക്കിക്കേ. 1998 ഈ ആഗമാന സൂത്രത്തിനൊരു ഭരണഘടന ഉണ്ടായത്. അവരാണ് 934 ഒന്നാം തരം. ഒന്ന് ഓർത്തു നോക്കിക്കേ, എത്ര ബുദ്ധിപരമായ സാഹചര്യത്തിൽ ഒരു സഭയുടെ സ്വത്വവും തനിമയും ഉയർത്തിപ്പിടിച്ച ഒരു സമൂഹം അവരുണ്ടാക്കിയെടുത്ത 34 ഭരണഘടന. അത് ഭാരതത്തിലെ 100-ൽ പരം കോടതികളിൽ വിശകലനം ചെയ്ത് ഒരു കോടതി പോലും അതിന്റെ സാധുതയെ ഇതുവരെ നിരാകരിക്കാത്ത മഹത്തരമായ ക്രമീകരണമാണ് 934 ഭരണഘടന. 1998 അന്ത്യോക്യൻ പാത്രിക്കസ് ഉണ്ടാക്കിയ ഭരണഘടനയുടെ 36-ാം വകുപ്പ് ശ്രേഷ്ഠ ബാവാ തിരുമേനി വായിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി വായിച്ചിട്ടുണ്ടോ എന്നതെനിക്ക് സംശയമാണ്. അതിനകത്ത് മലങ്കരയിൽ നിന്ന് പാവം ശ്രേഷ്ഠ ബാവായെ കളിപ്പിച്ചെടുത്ത അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മെത്രാച്ചന്, അതിഭദ്രാസനത്തിന്റെ മെത്രാച്ചന് മാത്രമേ വോട്ടുള്ളൂ. ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി എഴുതി. സിംഹാസന പൗരസ്ത്യ സുവിശേഷ സമാജത്തിനും അതുപോലെ തന്നെ ശ്രേഷ്ഠ ബാവായിക്കും 2-3 പേർക്ക് സിനഡിൽ വോട്ടവകാശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, the above mentioned shall elect the patriarch may not be elected. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഈ പറഞ്ഞവർക്കൊക്കെ പാത്രിക്കീസിനെ തെരഞ്ഞെടുക്കാൻ വോട്ട് ചെയ്യാം. ഏത്? ഈ യാക്കോബായ വിഭാഗത്തിൽ 4 പേർക്ക് 34-ൽ 4 പേർക്ക് വോട്ട് ചെയ്യാം. ആ കൂട്ടത്തിൽ പറഞ്ഞു വോട്ട് ചെയ്യാനേ പറ്റുള്ളൂ, പക്ഷെ പാത്രിക്കീസായി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. മക്കളെ, മലങ്കര അന്ത്യോക്യൻ ബന്ധം അങ്ങനെ നിങ്ങൾ ഇനി പറയരുത്. അടിമബന്ധം എന്നാണ് പറയേണ്ടത്. കാരണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലും അതിന്റെ ഭരണഘടനാ ക്രമീകരണത്തിലും യഥാർത്ഥത്തിൽ എന്തൊരു നീതിബോധവും അതുപോലെ തന്നെ ധാർമ്മികതയും ഇല്ലാത്ത ബന്ധമാണ് ഈ മലങ്കര അന്ത്യോക്യൻ ബന്ധം എന്ന് വിളിച്ചു പോകുന്നത്. ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ചരിത്രപരമായോ ഘടനാപരമായോ മലങ്കര സഭ പൗരാണിക തലത്തിൽ അന്ത്യോക്യൻ സഭയുമായി ബന്ധമില്ല. അതുകൊണ്ട് തന്നെ അന്ത്യോക്യൻ പാത്രിക്കീസിന് മലങ്കര സഭയുടെ യാതൊരു ഭരണപരമായോ ആധ്യാത്മികമായോ കാര്യത്തിൽ ബന്ധമില്ല. അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, പരിശുദ്ധ പാത്രിക്കീസിനെ ബഹുമാനിക്കുന്നു. ഏത് വിധേനെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ, സഹോദര സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ പരിശുദ്ധ പാത്രിക്കീസ് ബാവായെ ബഹുമാനിക്കണം, ആദരിക്കണം.